മോദി രാഹുൽ കൂടി വന്നിട്ടുണ്ട്, കണക്ക് വന്നിട്ടുണ്ട്. മികച്ച നേതാവല്ലേ? അതെ, മികച്ച ചോദ്യമാണ് അവിടെ വരുന്നത്. മികച്ച നേതാവാണ് മോദി വേഴ്സസ് രാഹുൽ. അത് ഓരോ പാരാമീറ്റേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. സത്യസന്ധൻ എന്നുള്ള കണക്ക് ദേശീയ തലത്തിലുള്ളതാണിത്. സത്യസന്ധൻ എന്നുള്ളത് മോദി 73%, രാഹുൽ 27%. രാഹുലിന്റെ സത്യസന്ധതയിൽ 27% പേരെ വിശ്വാസ്യത അർപ്പിച്ചിട്ടുള്ളൂ. ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനി നരേന്ദ്രമോദി 69%, രാഹുൽ ഗാന്ധി 31%. പകുതി പോലുമില്ല. ജനസേവകൻ എന്നുള്ള ഇമേജ് ആർക്കാണ് കൂടുതൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അതോ രാഹുൽ ഗാന്ധിക്കോ? ജനസേവകൻ 71%, മോദി. രാഹുൽ ഗാന്ധി 29%. അതായത് ആദ്യത്തെ 3 പാരാമീറ്റേഴ്സും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സത്യസന്ധൻ, കഠിനാധ്വാനി, ജനസേവകൻ. അടുത്തത് കരുത്തുറ്റ നേതാവായി 67% പേർ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 33% പേർ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു എന്ന കാഴ്ചപ്പാട്, എന്ന വ്യക്തത ഇതിനകത്ത് വരുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് പ്രസക്തമാണ്. ആ ചോദ്യം അത് 68% പേർ നരേന്ദ്രമോദിക്ക് മാർക്കിടുന്നു. 32% പേർ. ഇതിൽ അഞ്ച് പാരാമീറ്റേഴ്സ് ആയിരുന്നു ഇതിനു വേണ്ടി ചോദിച്ചിരുന്നത്. അത് 5ലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് മാർക്ക് കൂടുതൽ ദേശീയ തലത്തിൽ നൽകിയിരിക്കുന്നത്. എടുത്തു പറയുന്നു, ദേശീയ തലത്തിലുള്ള മാർക്കാണ് സത്യസന്ധൻ, കഠിനാധ്വാനി, ജനസേവകൻ, കരുത്തുറ്റ നേതാവ്, ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എല്ലാത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയിലധികം മികച്ചത് എന്നുള്ള അഭിപ്രായമാണ് ദേശീയ തലത്തിൽ. എന്നിട്ട് ഈ കണക്കിന് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിലെ സർവേ ഫലം? മോദി വേഴ്സസ് രാഹുൽ, മികച്ച നേതാവ് ആര്? കേരളത്തിലേക്ക് വരുമ്പോൾ സത്യസന്ധൻ 33% മാത്രം. നരേന്ദ്രമോദിക്ക് മലയാളികൾ 33% പേരെ വോട്ടിട്ടിട്ടുള്ളൂ. നേരെ റിവേഴ്സ്. അതെ, റിവേഴ്സ്. 67% പേർ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് സത്യസന്ധൻ എന്ന പരിഗണന കൂടുതലായി നൽകിയിരിക്കുന്നത്. ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനി നരേന്ദ്രമോദി 24%, അവിടെ 76%ത്തിലേക്ക് ഉയരുന്നു. രാഹുൽ ഗാന്ധി എന്ന പ്രത്യേകതയുണ്ട്. ജനസേവകൻ 34%, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി 66%. കരുത്തുറ്റ നേതാവ് അതും റിവേഴ്സ് ആണ്. അതെ, കരുത്തുറ്റ നേതാവ് 24% നരേന്ദ്രമോദിക്ക് മാർക്കുള്ളൂ. 76% മാർക്ക് അവിടെ രാഹുൽ ഗാന്ധിക്ക് തന്നെ. സെയിം ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രധാനമന്ത്രി 26%, രാഹുൽ ഗാന്ധി 74%. ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോഴും കേരളത്തിൽ എടുക്കുമ്പോഴും കണക്കുകൾ വ്യത്യസ്തമായിരിക്കും. അത് ഈ സർവേയുടെ വിശ്വാസ്യത കൂടിയാണ്. അതായത് കൃത്യമായിട്ട് കണക്കുകൾ, കൃത്യമായ സാമ്പിളിങ്ങിലൂടെ തന്നെയാണ് ഈ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. തുടർച്ചയായ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊന്നും അദ്ദേഹത്തിന്റെ ആ തരത്തിൽ മലയാളികൾക്കിടയിൽ ഇമേജ് കൂട്ടിയോ എന്ന അതൊക്കെ ഒരുപക്ഷെ ഇതിന്റെ ആൻസറിന്റെ ഭാഗമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. എന്തായാലും ഈ കഴിഞ്ഞ തവണയും പല സർവേ ഫലങ്ങളും നോക്കിയപ്പോൾ ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോഴും കേരളം എടുക്കുമ്പോഴും വ്യത്യസ്തമായ കണക്കുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഉയർന്ന മാർക്ക് തന്നെ കിട്ടിയിരുന്നു. ഇപ്പോഴും ഈ 2019 അത്രയും ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്, അല്ലെ, ഒരു നേതാവായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ്.